ഇപ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നോക്കാം എന്താണിപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. മിനിസ്റ്റർ, ഇതിപ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി നമ്മുടെ തീരത്തിന് സമീപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിലോമീറ്ററുകൾക്കപ്പുറമാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. നമ്മൾ ഈ പ്രശ്നത്തെ ഇപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ? കപ്പലപകടം നടന്നിട്ടുള്ളത് നമ്മുടെ ബേപ്പൂർ തുറമുഖത്തുനിന്ന് ഏതാണ്ട് 128 കിലോമീറ്റർ അകലെയാണ്. സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ കോസ്റ്റ് ഗാർഡും അതേപോലെ നേവിയും രക്ഷാദൗത്യവുമായി കൃത്യമായി എത്തിയിരുന്നു. അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായി 18 പേരെ ഇപ്പോൾ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ ഇനിയും കാണാനുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. അത് രക്ഷപ്പെടുത്തിയവരെ വിവിധ ആശുപത്രിയിൽ ബാംഗ്ലൂരിൽ അവരെത്തിച്ചിട്ടുണ്ട്. അതിൽ 4 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് ബാക്കി കാര്യങ്ങൾ തീയണയ്ക്കാനും മറ്റു കാര്യങ്ങളെല്ലാം നേവിയുടെ ഭാഗത്തുനിന്നും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. നമ്മുടെ തീരത്തോട് ഏതെങ്കിലും തരത്തിൽ അടിയുന്ന സാഹചര്യം കണ്ടെയ്നറോ മറ്റു കാര്യങ്ങളോ വന്നാൽ ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ ജാഗ്രതയോടുകൂടി നമ്മുടെ കോസ്റ്റൽ വിഭാഗവും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗവും എല്ലാം നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഈ കാര്യത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ബാക്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഇങ്ങനെ ഒരു കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ അതിൽ അപകടകാരികളായ വസ്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ തീരപ്രദേശത്തൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടാകാം. അത്തരത്തിൽ ഏതെങ്കിലും ആശങ്കകൾക്ക് ഇപ്പോൾ അടിസ്ഥാനമുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ഭയത്തിൽ നിൽക്കേണ്ട സാഹചര്യമുണ്ടോ? ഇപ്പം നമ്മുടെ തീരത്തേക്ക് അത്തരത്തിലൊരു ആശങ്ക പടർത്തുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യം എത്തിച്ചേർന്നിട്ടില്ല. ഈ കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോയ കപ്പലാണ്, സിംഗപ്പൂരുകാരുടെ കപ്പലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തീരത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിഷമകരമായോ ആശങ്കാജനകമായോ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ജാഗ്രതയോടുകൂടി തന്നെ നേരിടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഈ അവസരത്തിൽ രാവിലെ നമ്മളോട് സംസാരിച്ചത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഇപ്പോൾ ദൗത്യം എന്ന് പറയുന്നത് അത് തീയണയ്ക്കുക, കാണാതായ 4 പേരെ കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.